ഇത് മാസ് മോട്ടോഴ്സ് തന്നെ നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പാർക്ക് പ്ലഗിനകത്ത് കറണ്ട് വരുന്നുണ്ടായില്ല, പ്ലഗിലേക്ക് പവർ സപ്ലൈ കറക്റ്റായിട്ട് ഉണ്ടായില്ല. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്ത് HT കോയിലൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കി, കോയിലല്ല HT കോയിൽ വന്നത് ഈ ലൊക്കേഷനാണ്, ഈ സൈഡിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ. അതിൻ്റെ റിയലായിട്ട് കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ഇത് ഈ CD യൂണിറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം അതിൻ്റെ കോൺടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേ കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റിപ്പീറ്റ്, അതായത് ഒരു പ്രാവശ്യം അങ്ങനെ കംപ്ലൈൻറ്റ് വന്നാലും ഇപ്പോൾ നമ്മൾ വേറൊരു CD യൂണിറ്റ് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, പുതിയ CD യൂണിറ്റ് വെച്ച് വണ്ടി സ്റ്റാർട്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് ആ കോൺടാക്റ്റ് ക്ലീൻ ചെയ്ത് കണക്ട് ചെയ്ത് ഈ പഴയ തന്നെ വണ്ടിയും വന്നപ്പോൾ ഉള്ള CD യൂണിറ്റ് തന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി വീണ്ടും സ്റ്റാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ സ്റ്റാർട്ടിങ് ആണ് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു പ്രാവശ്യം കംപ്ലൈൻറ്റ് കാണിച്ചാൽ CD യൂണിറ്റിൻ്റെ ഒരു കാണുന്നത് ഇലക്ട്രോണിക് CD യൂണിറ്റാണ്, ഒരു ചെറിയൊരു യൂണിറ്റ്. നമുക്കത് അഴിച്ച് റിപ്പയറിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് റീപ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ. ഏകദേശം നമുക്ക് 2000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പം നിലവിൽ വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഈ മഴയുടെ പ്രോബ്ലമൊക്കെ ഉള്ളതുകൊണ്ട് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് പെട്ടെന്ന് ചിലപ്പോൾ ഒരു വർഷം വന്നേക്കാം, ചിലപ്പോൾ കുറച്ച് നാൾ നീണ്ടു കിട്ടിയേക്കാം. ഇലക്ട്രിക്കൽ ഇതാവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിങ്ങനെ പറയാൻ പറ്റില്ല, മെക്കാനിക്കൽ ഭാഗമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുപോലെ നമുക്കത് ഇതന്നെ റീസെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പുതിയത് മാറ്റി വയ്ക്കാം. പുതിയതിന് 1980 അങ്ങനെ എന്താണ് അതിൻ്റെ റേറ്റ് ഉണ്ട്, 2000 അടുത്ത് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് സജഷൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൻ്റെ ഓയിൽ ലെവൽ നോക്കിയായിരുന്നു കേട്ടോ, ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞ പോലെ ഓയിൽ ലെവൽ നോക്കിയായിരുന്നു. ലെവലൊക്കെ കറക്റ്റ് ഉണ്ട് കേട്ടോ. അത് നിലവിൽ ഓയിൽ വലിയ പ്രശ്നം തോന്നുന്നില്ല, ലെവലൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇതിൻ്റെ കളർ നോക്കിയിട്ട് കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ആയിട്ടുണ്ടോ എന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, കാരണം ഇതിൻ്റെ കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്, കറക്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ കളറിൽ വലിയ വേരിയേഷൻ വരില്ല. പക്ഷേ കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ, നമുക്ക് കിലോമീറ്റർ ബേസിലാണ് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ വരാം. 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റി കളയാം. അതേപോലെ തന്നെ ഈ ഐറ്റത്തിൽ ഈ ബാക്കിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല ചെളിയുണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്നൊരു ഫുൾ സർവീസായിട്ട് കയറ്റി ജനറലായിട്ട് സർവീസ് ചെയ്ത് പോകാം. കാരണം ഇതിൻ്റെ ഓട്ടോ ക്ലച്ച് യൂണിറ്റാണ്, അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് പോവാം. അപ്പോൾ അഴിച്ചപ്പോൾ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് പോകണം നല്ലതാണ്.